ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നെക്സ്റ്റ് ഒരു പ്ലേ ആണ്, ഒരു ഷോർട്ട് പ്ലേ ആണ് റിട്ടൺ ബൈ ആന്റൺ ചെക്കോ. ഇത് നമ്മുടെ ഗ്ലോബൽ വോയിസസ് ആൻഡ് കൾച്ചേഴ്സിലെ ഏറ്റവും ലാസ്റ്റ് വർക്കാണ് ദ മാരേജ് പ്രപ്പോസൽ. മാരേജ് പ്രപ്പോസലിന്റെ സ്റ്റോറി. അപ്പൊ ഈ ആന്റൺ ചെക്കോ എന്ന് പറഞ്ഞ റൈറ്റർ ഒരു റഷ്യൻ റൈറ്ററാണ്, റഷ്യൻ പ്ലേ റൈറ്റ് ആണ്. ഈ മാരേജ് പ്രപ്പോസൽ എന്നുള്ള സ്റ്റോറി എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇറ്റ് ഈസ് അബൌട്ട് എ കപ്പിൾ, ലോമോവും നതാലിയയും. അപ്പൊ അവര് തമ്മിലുള്ള ഒരു ഫൈറ്റും ലവും പിന്നെ മാരേജും, ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് അതിനകത്ത് പറയുന്നത്. ഇപ്പൊ ലൊമോവ് എന്ന് പറയുന്ന ഒരു യങ് ഫാർമർ ആണ് കേട്ടോ. അയാൾക്ക് നതാലിയ എന്ന് പറഞ്ഞ അയാളുടെ നെയ്ബറാണ്. അവർ രണ്ടുപേരും ഒരു പ്രോപ്പർട്ടി ഷെയർ ചെയ്ത് താമസിക്കുന്നവരാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇവർക്ക് തന്നെ അറിയത്തില്ല ഇവരുടെ പ്രോപ്പർട്ടി എവിടം തൊട്ട് എവിടം വരെയാണ്. അതായത് അതിന്റെ ബൗണ്ടറീസ് ഒന്നും മാർക്ക് ചെയ്യാത്തതുകൊണ്ട് ലൊമോവിന് എന്താണ് ഒരു ആഗ്രഹം, നതാലിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടിയും കൂടി ഇയാൾക്ക് സ്വന്തമാക്കാമല്ലോ. സോ ലൊമോവ് പോയി നതാലിയെ പ്രപ്പോസ് ചെയ്യുന്നത്, പിന്നീട് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അതൊരു ഹ്യൂമറസ് സ്റ്റോറിയാണ്. പിന്നെ ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ലൊമോവ് വരും, നതാലിയ വരും, നതാലിയയുടെ അച്ഛൻ അതായത് ഷുബുക്കോവ്. അതിന്റെയൊക്കെ സ്പെല്ലിങ് ടെക്സ്റ്റിനകത്ത് കിടപ്പുണ്ട്, അത് നോക്കി വേണം എഴുതാൻ. സോ നമുക്ക് കഥയിലോട്ട് പോകാൻ. ജസ്റ്റ് ഒന്ന് സമ്മറി മാത്രമേ പറയുന്നുള്ളൂ, അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. സോ ലൊമോവിന് നതാലിയെ കല്യാണം കഴിക്കണം. ബിക്കോസ് എന്തുകൊണ്ടാണ്? അവൾ ഒരു എക്സലന്റ് ഹൗസ് കീപ്പർ ആയതുകൊണ്ടും ഗുഡ് ലുക്കിംഗ് ആയതുകൊണ്ടും വെൽ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടും. ആൻഡ് ഓൾസോ ഇയാൾക്ക് 35 വയസ്സായി ലൊമോവിന്. അതൊരു ക്രിട്ടിക്കൽ ഏജ് ആണ്. സോ ലൊമോവിന് ഒരു വെൽ റെഗുലേറ്റഡ് ലൈഫ്, മാരീഡ് ലൈഫ് വേണം. അത് മാത്രമല്ല ലൊമോവിന് ഹാർട്ട് പാൽപിറ്റേഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരും. അതായത് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധം കെട്ട് കൊളാപ്സ് ചെയ്ത് വീഴാറുണ്ട്. സോ അതിനെ ഹൈപ്പോകോൺട്രിയാക്ക് എന്നാണ് പറയുന്നത്, ഹൈപ്പോകോൺട്രിയ. അപ്പം അദ്ദേഹത്തിന് വീക്ക് ഹാർട്ടാണുള്ളത്. സോ ഇത്രയും കാര്യങ്ങളുള്ളത് കൊണ്ട് ലൊമോവിന് പെട്ടെന്ന് തന്നെ ആരെയും കല്യാണം കഴിക്കണം. അപ്പൊ ഇയാളെ ഞാൻ നോക്കിയപ്പോൾ എന്താണ്, നതാലിയ തൊട്ടപ്പുറത്തെ നെയ്ബറിനെ കല്യാണം കഴിക്കാന്ന് ആര് വിചാരിച്ചു? ലൊമോവ് വിചാരിച്ചു. അപ്പൊ ലൊമോവ് നോക്കിയപ്പോൾ നതാലിയ ഒരു എക്സലന്റ് ആയിട്ടുള്ളൊരു ഹൗസ് കീപ്പർ ആയിട്ട് ആർക്ക് തോന്നി? നമ്മുടെ ലൊമോവിന് തോന്നി. ദെൻ അപ്പൊ എന്ത് പറ്റി? ലൊമോവ് എന്ത് ചെയ്തു? ഈ ഒരു പ്രപ്പോസലുമായിട്ട് ആരെടുത്തോട്ട് ചെന്നു? നതാലിയയുടെ വീട്ടിലോട്ട് ചെന്നു. അപ്പം നതാലിയയുടെ അച്ഛനായിട്ടുള്ള ഷിബുക്കോവ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ്, ലൊമോവ് പറഞ്ഞു നതാലിയുടെ അടുത്തൊന്ന് സംസാരിക്കണം, എനിക്ക് കല്യാണം കഴിക്കാൻ പോവാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഷിബുക്കോവ് അതിനെ പോസിറ്റീവായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്തു. ശരിയെന്ന് പറഞ്ഞ് മോളെ വിളിച്ചു, സംസാരം അങ്ങോട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് പറ്റി? ഇവർ തമ്മിൽ ഫൈറ്റ് ആവാൻ തുടങ്ങി. അവരുടെ ഫസ്റ്റ് ക്വാറൽ, അതായത് ലൊമോവും നതാലിയും തമ്മിൽ ഫൈറ്റ് ചെയ്തു. ഫസ്റ്റ് ക്വാറൽ എന്ന് പറയുമ്പോൾ എന്താണെന്ന്, ലൊമോവ് ഒരു യങ് ഫാർമറാണ്. നതാലിയ എന്ന് പറയുന്നത് ഒരു ബോൾഡ് ആയിട്ടുള്ള, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗേൾ ആണ് കേട്ടോ. ഷുബുക്കോവിന് അതായത് നമ്മൾ വളരെ ബോൾഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഗേൾ ആയിട്ടാണ് നതാലിയെ വിളിച്ച് വളർത്തിയേക്കുന്നത്. അപ്പൊ ഷുബുക്കോവിന് എങ്ങനെയെങ്കിലും ഒരു ഫ്യൂച്ചർ കൺസേൺ ഉണ്ട്, നതാലിയ ആർക്ക് കല്യാണം കഴിച്ച് കൊടുക്കും എന്നൊക്കെ ഉള്ള. അപ്പോഴാണ് നമ്മുടെ ലൊമോവിന്റെ എൻട്രി. ലൊമോവ് ഒന്ന് കല്യാണം കഴിക്കണം, മോളെ ഒന്ന് കാണണമെന്നൊക്കെ പറയും, പ്രപ്പോസൽ വെക്കും. ലൊമോവ് വരുന്നു, നതാലിയ വരുന്നു, സംസാരിക്കുന്നു. ഫസ്റ്റ് ഇവർ തമ്മിലങ്ങ് വഴക്കുണ്ടാവും. അതായത് വഴക്കുണ്ടാവുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേരും ഒരു കോമൺ മെഡോയിലാണ് ഇവരുടെ വീട് വെച്ചേക്കുന്നത്. പുൽത്തകിടിയുണ്ട്. അപ്പൊ ആ പുൽത്തകിടി ആരുടെയാണ്? അതായത് അവരുടെ ബൗണ്ടറീസ്, രണ്ടുപേരുടെയും ബൗണ്ടറീസ് മാർക്ക് ചെയ്തിട്ടില്ല പ്രോപ്പർട്ടിയുടെ. സോ ഒരു മെഡോയുടെ പേരിൽ ഇവർ തമ്മിൽ വഴക്കാം. ലൊമോവ് പറയും, എന്റെ ഫാമിലി ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മെഡോ എന്ന് പറയുന്നത് എന്റെ പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരുന്ന. നതാലിയ പക്ഷേ വിട്ടുകൊടുക്കത്തില്ല, നതാലിയ റെഫ്യൂസ് ചെയ്യും, അങ്ങനെ വഴക്കാവും. അങ്ങനെ നതാലിയ പറയും, ഞാൻ എന്റെ റീപേഴ്സിനെ, അതായത് ഈ പുൽത്തകിടിയൊക്കെ വൃത്തിയാക്കുന്ന ഗാർഡനേഴ്സിനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടും, എന്നിട്ട് എന്റെ മെഡോ ഇരിക്കുന്ന ഭാഗം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അങ്ങ് ബ്യൂട്ടിഫുൾ ആക്കി കട്ട് ചെയ്ത് വെക്കുമെന്ന് പറയും. അങ്ങനെ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ലൊമോവനിലെ ഹാർട്ട് പാൽപിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് ഇയാളൊന്ന് ബോധം കെടാൻ വേണ്ടി ഇയാൾക്കൊരു ടെൻഡൻസി വരും. ഇയാൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവും. തിരിച്ചാര് വീണ്ടും കൊണ്ടുവരും. അപ്പോഴത്തേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്കും നതാലിയക്ക് വിഷമം വരും. കാരണം നതാലിയെ നോക്കുമ്പോൾ ഇയാളെ റിച്ച് ആണല്ലോ, അപ്പൊ നതാലിയ ഇയാളെ കല്യാണം കഴിക്കണമെന്നുണ്ട്. സോ ഫോർ ദ സേക്ക് ഓഫ് എക്കണോമിക് പ്രോസ്പെരിറ്റി ഈ രണ്ട് ഫാമിലീസും കല്യാണം കഴിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുക. അതേ ഉള്ളൂ, അല്ലാതെ ദർ ഇസ് നോ ട്രൂ ലവ് ബിറ്റ്വീൻ നതാലിയ ആൻഡ് ലൊമോവ്. കാരണം അവരിപ്പോ കണ്ടതല്ലേ ഉള്ളൂ. സോ നതാലിയ ഉടനെ ഓടിച്ചത് ഷുബുക്കോവിന്റെ അടുത്ത് പറയും, തിരിച്ച് ഇയാളെ വിളിച്ചുകൊണ്ട് വരാൻ. ലൊമോവിനെ തിരിച്ച് അയാൾ വീണ്ടും സെക്കൻഡ് ചാൻസ് ആയിട്ട് വിളിച്ചുകൊണ്ട് വരും. വീണ്ടും വഴക്കുണ്ടാവും. സെക്കൻഡ് ക്വാറൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അബൌട്ട് ദെയർ ഡോഗ്സ്. നതാലിയയ്ക്കും ലൊമോവിനും 2 ഡോഗ്സ് ആണുള്ളത്. ആ ഡോഗ്സിന്റെ മെറിറ്റ്സിനെ കുറിച്ച് കമ്പയർ ചെയ്ത് വഴക്കാവും. നതാലിയയുടെ ഡോഗിന്റെ പേരെന്ന് പറയുന്നത് OTKATAI, ഒത്കഡെ എന്നാണ്. ലൊമോവിന്റെ ഡോഗിന്റെ പേര് ഉഗാഡി, UGADI.
അപ്പൊ രണ്ടുപേരുടെ ഡോഗ്സിന്റെ മെറിറ്റ്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. നതാലിയുടെ പെഡിഗ്രി എന്ന് പറഞ്ഞാൽ നതാലിയ പറയുവാണ്, നതാലിയുടെ ഡോഗിന്റെ ആ ഒരു ബ്രീഡ് എന്ന് പറയുന്നത് വളരെ സൂപ്പറാണ്, യങ് ആണ്. അത് ലൊമോവിന്റെ ഉഗാഡി എന്നുള്ള ഡോഗിനെക്കാട്ടിലും 100 ടൈംസ് ബെറ്റർ ആണ്. പിന്നെ അതുപോലെ തന്നെ അതങ്ങനെ പറഞ്ഞു. പക്ഷെ ലൊമോവിന്റെ ഉഗാഡി എന്ന് പറയുന്നത് ഓൾഡ് ആണ്, അഗ്ലിയാണ്, സ്കിന്നിയാണെന്നൊക്കെ നതാലിയെ കളിയാക്കും. അപ്പം ലൊമോ തിരിച്ചു പറയും നതാലിയുടെ ഡോഗിന് ഷോർട്ടർ ലോവർ ജോ ആണ് ഉള്ളതെന്ന്, JAW ജോ, താടിയല്ല് അല്ലെങ്കിൽ താടിയല്ല് ഷോർട്ടാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. എന്നിട്ട് പറയും ലൊമോവിന്റെ ഡോഗ് എന്ന് പറയുന്നത് ഫോക്സ് ഹണ്ടിങ്ങിലൊക്കെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഡോഗാണ്, സോ എന്റെ ഡോഗാണ് ബെറ്റർ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, വീണ്ടും വഴക്കുണ്ടാക്കും. എന്നിട്ട് അപ്പൊ ആ സമയത്ത് നമ്മുടെ നതാലിയ പറയും നിങ്ങളൊരു കാര്യം ചെയ്യും. അപ്പൊ അയാൾക്ക് പെട്ടെന്ന് ഈ വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇയാൾക്ക് ഭയങ്കര ആൻസൈറ്റി കൂടി ഇയാൾക്ക് പാൽപിറ്റേഷൻസ് തുടങ്ങും, ഹാർട്ട് പാൽപിറ്റേഷൻസ് തുടങ്ങും, ബോധം കെടാനായിട്ട് അയാൾക്ക് ശ്വാസം മുട്ടൽ പോലെ വരും. സോ നതാലിയ അതിനെക്കുറിച്ച് കളിയാക്കും. ഈ ഡോഗ്സിന്റെ വഴക്കിന് ശേഷം പറയും ഇറ്റ് ഇസ് ബെറ്റർ യു ജസ്റ്റ് സ്റ്റേ ഇൻ ദ കിച്ചൺ ആൻഡ് റസൽ വിത്ത് ദ പൊട്ടറ്റോസ് എന്ന് പറയും. അതായത് നീയൊക്കെ പോയി അടുക്കളയിൽ നിന്ന് പൊട്ടറ്റോസുമായിട്ട് റസൽ ചെയ്യുന്നത് നല്ലതല്ല, നിനക്കൊന്നും വഴക്കൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. റാദർ ഇയാൾ പട്ടിയെ കൊണ്ട് ഫോക്സ് ഹണ്ടിങ്ങിന് പോകുന്നതിനേക്കാളും നല്ലത് ഇയാള് കിച്ചണിൽ നിന്ന് പൊട്ടറ്റോസുമായിട്ട് റസൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് നതാലിയെ കളിയാക്കും. അതോടെ കേട്ടപ്പോഴത്തേക്ക് ലൊമോ അങ്ങ് ബോധം കെട്ട് കിടക്കും. ഈ ബോധം കെട്ട് കിടക്കുന്ന ലൊമോവിനെ അവസാനം ഇവരെന്ത് ചെയ്യും, വെള്ളമൊക്കെ തളിച്ച് എഴുന്നേൽപ്പിക്കും. എന്നിട്ട് സോറിയൊക്കെ പറയും. ലൊമോ വീണ്ടും പ്രപ്പോസ് ചെയ്യും, ഇവര് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ പ്രപ്പോസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എന്ത് പറ്റും, ഇവർ തമ്മിൽ വഴക്ക് കൂടാൻ തുടങ്ങും. ആ വഴക്ക് എന്തുവാണെന്ന് പറയുന്നില്ലെങ്കിലും ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ വഴക്ക് കൂടാൻ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് അങ്ങ് എൻഡ് ചെയ്തേക്കാണ് പ്ലേ. സോ ഷുബുക്കോവിനെ കുറിച്ച് നമുക്കിനി നോക്കാം. ഷുബുക്കോ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പിക്കൽ മിഡിൽ ക്ലാസ് ഫാർമറാണ്. അയാളുടെ ഡോട്ടറിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ശരിക്കും കൺസേൺ ഉണ്ട്. സോ ഷുബുക്കോ എന്ത് ചെയ്യും, ലൊമോ പ്രപ്പോസ് ചെയ്യാൻ വന്നപ്പോഴേ അങ്ങ് കൺസെന്റ് കൊടുക്കും. പിന്നീട് ഇവർ തമ്മിൽ വഴക്കുണ്ടാവാൻ നോക്കുമ്പോൾ ഇയാൾ മോളെ തന്നെയാണ് എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഷുബുക്കോ. ഓക്കെ, പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ക്വാറലിങ്ങിനുള്ള 2 സിറ്റുവേഷൻസ് എന്താണെന്ന് ചോദിക്കും. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊമോവിന്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു യങ് റഷ്യൻ ലാൻഡ് ഓണർ ആണ്, ഹാർട്ട് പാൽപിറ്റേഷൻസ് ഉണ്ട്, ബാച്ചിലറാണ്, 35 years old ആണ്, ആൻഡ് ഹി ആക്ച്വലി ഫീൽസ് ഇൻഫീരിയർ ടു ബി നതാലിയാസ് ബ്രൈഡ്. നതാലിയാസ് ബ്രൈഡ് എന്നല്ല, നതാലിയാസ് ഗ്രൂം. പക്ഷെ നതാലിയെ വെച്ച് കമ്പയർ നോക്കുമ്പോൾ നതാലിയ വളരെ യങ് ആൻഡ് ആക്റ്റീവ് ആണ്. പക്ഷെ ഇയാളെന്ന് പറഞ്ഞാൽ ആക്റ്റീവ് അല്ല, ഇയാൾ വളരെ നെർവസ് ആണ്, പെട്ടെന്ന് എക്സൈറ്റഡ് ആവും, പെട്ടെന്ന് ആൻസൈറ്റി ഒക്കെ വരുന്ന മനുഷ്യനാണ്. പിന്നെ ഇവരുടെ തമ്മിലുള്ള വഴക്ക് പറയണം. പിന്നെ എന്താണ്, ഇയാൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യനാണ്. രണ്ടുപേരും ആർഗ്യൂ ചെയ്യുന്ന കാര്യം പറയണം. ഇയാൾ എക്കണോമിക് സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് നതാലിയെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം പറയണം. ഫിസിക്കൽ വീക്ക്നെസിന്റെ കാര്യവും പറയണം. നെക്സ്റ്റ് എസ്സേ ചോദിക്കുമ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കോഴ്സ് ഓഫ് ട്രൂ ലവ് നെവർ ഡിഡ് റൺ സ്മൂത്ത്. അതായത് ട്രൂ ലവ് ആണെങ്കിൽ ഒരിക്കലും അതിന്റെ ആ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്മൂത്ത് ആവില്ല. കമ്പയർ ദ സിറ്റുവേഷൻ വിത്ത് ലൊമോ ആൻഡ് നതാലിയ സ്റ്റോറി. പക്ഷെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നതാലിയുടെയും ലൊമോവിന്റെയും സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ട്രൂ ലവ്. ദേ ആർ ജസ്റ്റ് മാരിങ് ഓഫ് ഈച്ച് അതർ ബിക്കോസ് ദേ വാണ്ടഡ് ദെയർ പ്രോപ്പർട്ടീസ്. അതിന് മാത്രമാണ് കല്യാണം കഴിക്കുന്നത്. ആൻഡ് ഓൾസോ ക്വാറലിനെ കുറിച്ചാണ്, ഫുള്ള് ക്വാറല് എന്നെ കുറിച്ചാണ് ഈ ഒരു സ്റ്റോറി റിവോൾവ് ചെയ്യുന്നത്. രണ്ടുപേരും തമ്മിൽ എപ്പോഴും വഴക്കാണ്. ഇയാള് പ്രോപ്പർട്ടിക്ക് വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പോയി സംസാരിക്കുന്നത്. സോ ഇവിടെ ഒരു ട്രൂ ലവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും അവരുടെ പ്രോപ്പർട്ടീസ് ആണ് വലുത്. എക്കണോമിക് കൺസിഡറേഷൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ ഇമോഷൻസ് ഒന്നുമില്ല. എക്കണോമിക് സെക്യൂരിറ്റി വേണമെന്നുള്ളത് കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കല്യാണം കഴിക്കുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും ഇവർ ക്വാറൽ ചെയ്യുവാണ്, ഡോഗിന്റെ പേരിലും മെഡോയുടെ പേരിലും ഒക്കെ. അതൊക്കെ പറയണം. പിന്നെ മാത്രമല്ല നതാലിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡന്റ് ലേഡിയാണ്. അപ്പൊ അതിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലൊമോ എന്ന് പറയുന്നത് വളരെ ഫിസിക്കലി വീക്ക് ആയിട്ടുള്ള ഒരു നെർവസ് ആയിട്ടുള്ള ടൈപ്പാണ്. അപ്പൊ അവർ തമ്മിൽ ചേരത്തില്ല. എഗ്രിമെന്റ്സും ഡിസഗ്രിമെന്റ്സും നല്ല പോലെയുണ്ട്. ഡിസഗ്രിമെന്റ്സ് ആണ് കൂടുതലായിട്ടും ഉള്ളത്. സോ വാട്ട് ആന്റൺ ചെക്കോ wanted to prove that contemporary Russian society എന്ന് പറയുന്നത് മാരേജിന് ഒരു എക്കണോമിക് സെക്യൂരിറ്റി ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ആൻഡ് ദർ ഇസ് നോ ലവ് ബിറ്റ്വീൻ കപ്പിൾ. അതാണ് പറയുന്നത്. ഓക്കെ, മാരേജ് എന്ന് പറയുന്നത് ഒരു കൺവീനിയൻസിന് വേണ്ടി മാത്രം, അതായത് എക്കണോമിക് കൺവീനിയൻസിന് മാത്രം കല്യാണം കഴിക്കുന്നത്. പിന്നെ നതാലിയ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഗുണങ്ങളൊക്കെ ആദ്യമേ തന്നെ ഇയാൾ പറയുന്നുണ്ട്. എഡ്യൂക്കേറ്റഡ് ആണ്, ഹൗസ് കീപ്പർ ആണ്, ബ്യൂട്ടിഫുൾ ആണ്, അതുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നതാലിയ വളരെ പ്രാക്ടിക്കൽ മൈൻഡഡ് ആണ്. ഷിബുക്കോവിന്റെ കാര്യമൊക്കെ പറയണം ഇതിനകത്ത്. ഇതൊരു കണ്ടംപററി ആറ്റിറ്റ്യൂഡ് ഓഫ് സൊസൈറ്റി ടുവേർഡ്സ് മാരേജ്, അതിനെക്കുറിച്ചുള്ള ഒരു സറ്റയർ ആണ്, ഒരു കളിയാക്കലാണ്. സോ ഇവരുടെ കേസിൽ നമുക്ക് ട്രൂ ലവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ ഇമോഷണൽ കണക്ഷൻ ഒന്നും ഇല്ല. ദർ ഇസ് നോ ട്രൂ ലവ് ബിറ്റ്വീൻ ലൊമോ ആൻഡ് നതാലിയ. സോ ദിസ് ഈസ് ഓൺലി എ മാറ്റർ ഓഫ് മാരേജ് ഓഫ് കൺവീനിയൻസ് ആണ്, അല്ലാതെ എക്കണോമിക് സെക്യൂരിറ്റിക്ക് മാത്രം കല്യാണം കഴിക്കുന്നതാണ്. സോ ഈ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്.